താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്ര പഞ്ചായത്ത് അംഗത്തിന്റെ പെരുമാറ്റം അതിരുവിടുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി. എല്ലാ കമ്മിറ്റികളിലും ഈ പഞ്ചായത്ത് അംഗം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ഇതേ തുടർന്ന് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായും പ്രസിഡന്റ് അറിയിച്ചു. ബാക്കി അജണ്ടകൾ ചർച്ച ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞേ അടങ്ങൂ, എനിക്ക് പറയാനുള്ളത് കേട്ടേ അടങ്ങൂ, എന്നിട്ട് കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് കാലടി ടൗൺ വാർഡിലെ ഒരു സ്വതന്ത്ര പഞ്ചായത്ത് അംഗത്തിൻ്റെ നിലപാട്. ഈ നിലപാടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മെമ്പർ അവിടെ ഇരിക്കാൻ പലവട്ടം യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇത് കൂട്ടാക്കാതെ നടുത്തളത്തിലേക്ക് ചാടിയിറങ്ങി വരികയും പ്രസിഡന്റിൻ്റെ ഡയസിൽ 3-4 വട്ടം കൈകൊണ്ടടിക്കുകയും പഞ്ചായത്ത് യോഗ അജണ്ടയും മറ്റ് രേഖകളും വെച്ചിരുന്ന് പിടിച്ചു വലിച്ച് കീറുകയും ചെയ്ത സംഭവം ഉണ്ടായി. മേശപ്പുറത്ത് നിന്ന് അജണ്ടയെടുത്ത് വലിച്ചെറിഞ്ഞ വഴി താക്കീത് നൽകിയിട്ടും കേൾക്കാതെ വന്നതോടുകൂടി ഈ പഞ്ചായത്ത് അംഗത്തെ ഇന്നത്തെ യോഗത്തിൽ നിന്നും അധ്യക്ഷൻ എന്ന നിലയിൽ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ അനുസൃതമായി സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇത് 2ാം വട്ടമാണ് അദ്ദേഹത്തെ കമ്മിറ്റിയിൽ സസ്പെൻഡ് ചെയ്യുന്നത്. ഒരു കമ്മിറ്റിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശ്രീമതി അംബിക ബാലകൃഷ്ണനോട് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പെരുമാറിയതിൽ മറ്റ് വനിതാ അംഗങ്ങൾ പ്രതിഷേധവുമായി എഴുന്നേറ്റതിനെ തുടർന്ന് യോഗ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എനിക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടായ ടൗൺ വാർഡ് മെമ്പർ ശ്രീ സജീവിൻ്റെ നിയമപരമല്ലാത്ത ചില ഗുണ്ടായിസം പോലെയുള്ള പ്രവൃത്തികൾ എല്ലാവർക്കും മനസ്സിന് പ്രയാസമുണ്ടാക്കി. ഇന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ കമ്മിറ്റിയിലും ഇത് തുടർന്നു വരികയാണ്. പലതവണ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പേഴ്സും വാണിംഗ് കൊടുത്തിട്ടും അദ്ദേഹം ഒരു തൻ പോരുമത്തരം, അങ്ങനെ തന്നെ പറയാം, താനാണ് ഏറ്റവും വലിയ ഒരു ആൾ എന്ന നിലയിൽ മോശമായ വാക്കുകൾ കൊണ്ട് എന്നെ പല പ്രാവശ്യവും അധിക്ഷേപിക്കുകയും ക്ഷമ പറയുകയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ വനിതാ മെമ്പർമാരോടും വളരെ മോശമായ രീതിയിൽ, ബഹുമാനമില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ കുറേ കമ്മിറ്റികളായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. കാലടി ടൗണിൽ ഒരു സ്ഥലത്ത് കുറേ കച്ചവടക്കാർ അവിടെ കുറച്ച് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പഞ്ചായത്തിന് ഈ മാലിന്യം ശേഖരിക്കാൻ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കേണ്ട മാലിന്യം പഞ്ചായത്തിന് ശേഖരിച്ചു കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ആ മാലിന്യം ഏറ്റെടുക്കാൻ കഴിയാതെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ടൗണിലെ ചില കച്ചവടക്കാരുടെ ഇടയിൽ CCTV ക്യാമറകളുണ്ട്. ഇതൊന്ന് പരിശോധിക്കാൻ പോലും ഈ കച്ചവടക്കാർ അനുവദിക്കുന്നില്ല. അവരും ഇതിന് കൂട്ടുനിൽക്കുക. ഈ മെമ്പറുടെ പിന്തുണ ഇതിനുണ്ടോ എന്ന് പഞ്ചായത്ത് ഭരണസമിതി സംശയിക്കുന്നു. കാലടി ടൗണിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾ പഞ്ചായത്ത് നിരവധി തവണ വലിയ തുക ചെലവ് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു മാലിന്യത്തിൻ്റെ കാര്യം മാത്രം എന്താ, മറ്റൊന്ന് ഹൈമാസ്റ്റ് ലൈറ്റ്. 2 ഹൈമാസ്റ്റ് ലൈറ്റാണ് MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആശ്രമം ജംഗ്ഷനിലും ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡായ 5-ാം വാർഡിലെ മാണിക്യമംഗലം സെൻറ് റോക്കീസ് പള്ളിയുടെ മുമ്പിലും. 2നും തറ കെട്ടിയിട്ടേക്ക് പോളോ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കരാറുകാരൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ 161 സെക്ഷൻ 161 വായിച്ചിട്ട് കമ്മിറ്റിയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്തിൽ യോഗത്തിൽ എങ്ങനെ പോകണം, എങ്ങനെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അധ്യക്ഷനാണ്. ഒരു മെമ്പർ എഴുന്നേറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇന്ന് ഞാൻ പോലീസിനെ വിളിക്കുകയുണ്ടായി.
പോലീസിനെ വിളിച്ചെങ്കിൽ ആ നടപടിയിലേക്ക് കടന്നില്ല. ഇനി ഇത് ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിയമ നടപടിയിലേക്ക് പോകും.